അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നതാണ് സ്റ്റാക്കും ക്യൂ ആണ് നിങ്ങൾക്കിനി എടുക്കുന്നത്. ഇതിൽ തന്നെ നമുക്കിന്ന് സ്റ്റാക്ക് എന്താണെന്ന് നോക്കാം. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. നമ്മളിപ്പോൾ ഡാറ്റ സ്ട്രക്ചറെ പറ്റിയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ എന്ത് തരം ഡാറ്റ സ്ട്രക്ചറാണ്? നിങ്ങൾക്കറിയാം, ഓരോ ഡാറ്റ സ്ട്രക്ചറും ഉണ്ടാവുന്നത് അതിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ്. അരയ്ക്ക് അതിൻ്റെതായിട്ടുള്ള റിക്വയർമെൻ്റ് ഉണ്ട്. അതായത് ഓരോ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഡാറ്റ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ റാൻഡം ആക്സസിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അരയാണ് നല്ലത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. ലിങ്ക്ഡ് ലിസ്റ്റ്, നമുക്ക് മെമ്മറി യൂട്ടിലൈസേഷൻ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് നല്ലത്. ഇനി സ്റ്റാക്കിൻ്റെ നീഡ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആവശ്യം വരികയാണ്. അതായത് ഏറ്റവും അവസാനം ഇൻസേർട്ട് ചെയ്ത ഐറ്റത്തിനെ ആദ്യം എടുക്കേണ്ട ഒരവസ്ഥ വരിക. ഏറ്റവും അവസാനം നമ്മൾ വെച്ചതിനെ നമുക്ക് ആദ്യം എടുക്കണം. അതിൻ്റെ ഇടയിൽ ഒന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഇടയിൽ ഒന്നും നമുക്ക് ഒന്നും എടുക്കരുത്. ഏറ്റവും അവസാനം വെച്ചതിനെ ഏറ്റവും ആദ്യം എടുക്കുക. അങ്ങനത്തെ ഒരു ആവശ്യം നമുക്ക് വരികയാണ്. അതിന് അത്തരം ആവശ്യം വരുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആവശ്യം വന്നതുകൊണ്ടാണ് സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ടായത്. അപ്പോൾ ഈ സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ആകെ 2 ഓപ്പറേഷൻസാണ് വരുന്നത്, പുഷ് ആൻഡ് പോപ്പ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയും ഒരു പ്ലേറ്റ് അടുക്കി വെക്കുന്നത് എങ്ങനെയാണ് അല്ലേ, ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് അങ്ങനെ നമ്മൾ അടുക്കി വെക്കുന്നു. അപ്പോൾ ഈ അടുക്കി വെക്കുന്നതിനെ ഇതിലേക്ക് വെക്കുന്നതിനെ പറയുന്നതാണ് പുഷ്. ഇനി നമ്മൾ എടുക്കുന്നത് ടോപ്പിൽ നിന്നാണ്, ഇതിനെ പറയുന്നതാണ് ടോപ്പ്. അതായത് നമ്മളിങ്ങനെ വെക്കുന്നിടത്തോളം ടോപ്പ് ഇങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് വരും. ഇനി നമ്മൾ ഇതിലേക്ക് വെക്കുന്നതിനെ ഇൻസേർട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് പുഷ്. ഇനി നമ്മളിതിന് തിരിച്ചിങ്ങോട്ട് എടുക്കുന്നതിനെ പറയുന്നതാണ് പോപ്പ്. അങ്ങനെ 2 ഓപ്പറേഷൻസ് ആണ് വരുന്നത്, പുഷ് ആൻഡ് പോപ്പ്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് എപ്പോഴും ടോപ്പാണ് ടോപ്പിൻ്റെ ഒരു പോയിന്റർ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് എപ്പോഴും സ്റ്റാക്കിലേക്ക് വേണ്ടത് എന്താണ്, ടോപ്പാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പ്. ഓക്കെ, ടോപ്പ് എലമെൻറ്റിനെയാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ സ്റ്റാക്കിൻ്റെ ടോപ്പ് എലമെൻ്റ് ഇരിക്കുന്ന ലൊക്കേഷനാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, പോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിലോട്ട് വെക്കുന്നു, ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. പുഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടോപ്പ് ഡിക്രിമെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ എന്താണ്, ഇത് കണ്ടോ, ഈ പല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ വിഷ്വലൈസ് ചെയ്യാം. എങ്ങനെ വിഷ്വലൈസ് ചെയ്താലും നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് പോകുന്നത് ടോപ്പ് ഈ ഒരു രീതിയിലാണ്, ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. നമുക്കിനി അടുത്തൊരു ഐറ്റം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെക്കുന്നു, ജി ദെൻ ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, ടോപ്പ് അല്ലേ. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മൾ ചെയ്തത് പുഷാണ് ചെയ്തത് അല്ലേ. ഇനി പോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ടോപ്പ് ഡിക്രിമെൻ്റ് ചെയ്യുന്നു അല്ലേ, ടോപ്പിനെ ഡിക്രിമെൻ്റ് ചെയ്യുന്നു. പോപ്പാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് ഡിക്രിമെൻ്റ് ചെയ്ത് വരുന്നു. ഇനി വേറൊരു വിഷ്വലൈസേഷനാണ്, നിങ്ങൾക്ക് ഈ രീതിയിലും അതിനെ വിഷ്വലൈസ് ചെയ്യാം. ഇത് നിങ്ങൾ നോക്കുക, ഇവിടുന്ന് ഇത് വരുന്നത് ടോപ്പ് അല്ലേ, എവിടെയാണോ വരുന്നത്. ഇനി നമുക്ക് പുതിയൊരു എലമെൻറ്റിനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു, ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു അല്ലേ. അതേപോലെ തന്നെ പോപ്പ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ടോപ്പിനെ ഡിക്രിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് അല്ലേ. നമ്മൾ ഇതിനെ ഇതാക്കണം. ഇപ്പോൾ ടോപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് പോപ്പാണെന്നുണ്ടെങ്കിൽ, പോപ്പ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ പോപ്പ് ഒന്നിനെ ഡിക്രിമെൻ്റ് ചെയ്യുന്നു.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഏത് വിഷ്വലൈസേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ടേ രണ്ട് ഓപ്പറേഷൻ ആണുള്ളത്, പുഷ് ആൻഡ് പോപ്പ്. അപ്പോൾ ടോപ്പ് എലമെന്റ് പുഷ് എന്ന് പറഞ്ഞാൽ ടോപ്പ് എലമെന്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്യുന്നു. പോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡിക്രിമെന്റ് ചെയ്യുന്നു. ഇത് അനദർ ഒരു വിഷ്വലൈസേഷനാണ്. നിങ്ങൾക്ക് ഈ രീതിയിലും ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ ടോപ്പ് എലമെന്റ്. എപ്പോഴും ടോപ്പ് എലമെന്റിന്റെ ലൊക്കേഷൻ ആണ് നമുക്ക് ഇവിടെ അത്യാവശ്യം. അടുത്തത് ഒരു എലമെന്റിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്യുന്നു, എലമെന്റിനെ ആഡ് ചെയ്യുന്നു. ജസ്റ്റ് അപ്പോൾ ഇതിന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എന്താ പറയുക, ആപ്ലിക്കേഷൻസ്, ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ റീകർഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. റീകർഷൻ പഠിച്ചിട്ടില്ലേ? ഈ റീകർഷൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളിപ്പോൾ ഒരു ഫാക്ടോറിയൽ ചെയ്യണം. എന്നിൻ്റെ ഫാക്ടോറിയൽ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ, അല്ലേ? അപ്പോൾ n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1, n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1 റിക്കസീവായിട്ട് കോൾ ചെയ്തിട്ടല്ലേ. ആദ്യം നിങ്ങൾക്ക് ഓർമ്മ വരിക, മറ്റേ നമ്മൾ സീല് പഠിച്ചതൊക്കെ ഓർക്കുക. അപ്പോൾ n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ്, നമ്മൾ ഇതിലേക്ക് ഒരു സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാണ് ചെയ്യുക. എന്നിനെ പുഷ് ചെയ്യും, അല്ലേ? n-1 പുഷ് ചെയ്യും, n-2 പുഷ് ചെയ്യും. ഇപ്പോൾ ഫാക്ട് ഓഫ് 5 ആണെന്നുണ്ടെങ്കിൽ ഫാക്ട് ഓഫ് 5 എടുക്കുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഫാക്ട് ഓഫ് 5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി സംഭവിക്കുക എന്താണ്? 5 ഇൻറ്റു ഫാക്ട് ഓഫ് 4 അതല്ലേ സംഭവിക്കുക. പിന്നെ 5 ഇൻറ്റു ഫാക്ട് ഓഫ് 4 സംഭവിക്കുന്നത് എന്താണ്? 4 ഇൻറ്റു ഫാക്ട് ഓഫ് 3, അല്ലേ? ഇനി ഫാക്ട് ഓഫ് 3 കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 5 ഇൻറ്റു 4 ഇൻറ്റു ഫാക്ട് ഓഫ് 3ക്ക് ഫാക്ട് ഓഫ് 3ൻ്റെ അവിടെ എന്താ സംഭവിക്കുക? 3 ഇൻറ്റു ഫാക്ട് ഓഫ് 2 വരും, അല്ലേ? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു ഫാക്ട് ഓഫ് 2ന് പകരം എന്താ സംഭവിക്കുക, അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇതിനെ ഫാക്ട് ഓഫ് 5 കോൾ ചെയ്യുന്ന സമയത്ത് 5, അല്ലേ? എന്നിട്ട് ഫാക്ട് ഓഫ് 4, ഈ ഫാക്ട് ഓഫ് 4നെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഫാക്ട് ഓഫ് 4 ഇതിങ്ങനെയാണ്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മുടെ ഇതിലേക്ക് പുഷ് ചെയ്യും. എപ്പോഴാണോ ഇത് എൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഫാക്ടോറിയലിൻ്റെ എൻഡിങ് കണ്ടീഷൻ ഉണ്ട്, അല്ലേ? ആ എൻഡിങ് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത്, അങ്ങനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഓരോന്നിനായിട്ട് പോപ്പ് ചെയ്യും, അല്ലേ? ഓരോന്നിനെ പോപ്പ് ചെയ്ത് 1നെ പോപ്പ് ചെയ്യും, ദെൻ 2നെ പോപ്പ് ചെയ്യും, ദെൻ 3നെ പോപ്പ് ചെയ്യും, ദെൻ 4നെ പോപ്പ് ചെയ്യും, ദെൻ 5നെ പോപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ മൊത്തം റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ റീകർഷന് യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്റ്റാക്ക്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സ്റ്റാക്കിനെ പറയുന്നത് ലിഫോ എന്നാണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ലാസ്റ്റ് പുഷ് ചെയ്തത്, ലാസ്റ്റ് ആരാണോ ഇന്നായത് അയാളെയാണ് നമ്മൾ ആദ്യം എടുക്കുക. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചറാണ് എന്ത്? സ്റ്റാക്ക് എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ
ഓപ്പറേഷൻ അൽഗോരിതംസ് പഠിക്കാം. രണ്ടെണ്ണേ ഉള്ളൂ. അതിൻ്റെ 2 ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒരു സ്റ്റാക്കിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അറേ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 2 ഇംപ്ലിമെൻറ്റേഷൻ ആണുള്ളത്. 2 ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അറേ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അറേ വെച്ചിട്ട് നമുക്കൊരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് നമുക്കൊരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അറേ വെച്ചിട്ട് നമുക്കൊരു സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാക്കാം. ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറേ വെച്ചിട്ടുള്ളതിനെ നോക്കാം. ഇനി നമുക്ക് അറേ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സ്റ്റാക്കിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതിൽ ഓപ്പറേഷൻസ് ക്രിയേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ 2 ഓപ്പറേഷൻസ് പഠിക്കാം. നിങ്ങൾക്ക് ഇത് മാത്രമേ ഈ അൽഗോരിതംസ് പഠിക്കാം. പുഷ് ആൻഡ് പോപ്പ് അൽഗോരിതംസ് പഠിക്കാം. എങ്ങനെയാണ് നമുക്ക് സ്റ്റാക്ക് ജസ്റ്റ് ഒരു സ്റ്റാക്ക് അറേ ഉണ്ടാക്കും. ഇത് കണ്ടോ, ഇങ്ങനെയാണ് അറേ റെപ്രസെൻറ്റേഷനിൽ വരുന്നത്. അറേക്ക് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. നിങ്ങളൊരു സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ആ അറേയിലേക്ക് നമ്മൾ മാക്സ് എത്ര നമ്മുടെ സ്റ്റാക്കിൻ്റെ സൈസ്, അതായത് സ്റ്റാക്ക് ഓഫ് മാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നു. എത്രയാണോ വെച്ചാൽ മാക്സ് എന്ന് പറഞ്ഞാൽ അതിൽ എത്രയാണ് അതിൻ്റെ സൈസ് അല്ലേ. ഇപ്പം ഇവിടെ ഇതന്നെയാണ് മാക്സിമം സ്റ്റാക്ക്, അതായത് 8 നമ്മുടെ അല്ലേ. 8 നമ്മുടെ മൊത്തം സ്റ്റാക്കിൻ്റെ മൊത്തം സൈസ്. അതാണ് മാക്സ് സ്റ്റാക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8 എന്നുള്ളതാണ് നമ്മുടെ മാക്സ് സ്റ്റാക്ക്. ദെൻ നമുക്ക് ജസ്റ്റ് ടോപ്പ് എന്ന് പറയുന്നതിൻ്റെ നമ്മൾ ഏതാണോ ടോപ്പ് എലമെൻറ്റ് അതിൻ്റെ ഇൻഡെക്സ് നമ്മൾ ടോപ്പിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ടോപ്പ് എന്ന് പറയുന്ന ഒരു വാരിയബിളിൽ നമ്മൾ ടോപ്പ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി അത് സ്റ്റോർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എങ്ങനെ പുഷ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, ഇതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ ഡബ്ല്യു എന്നുള്ളത് ഇൻസെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇൻസെർട്ട് ചെയ്യുന്നു. ദെൻ ടോപ്പ് എന്ന് പറയുന്നത് 4 ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നു അല്ലേ. അതാണ് ഇൻസെർഷൻ വരുന്നത്. ഇനി എന്താണ് ഡെലീഷൻ എങ്ങനെയാണ് വരുന്നത്? ഡെലീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പിനെ 3 ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നു. അത്ര മാത്രം ചെയ്താൽ മതി. ടോപ്പിനൊന്ന് ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് 3 ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. അതായത് ജസ്റ്റ് ടോപ്പ് ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യാം, അത്രയും മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അൽഗോരിതത്തിലേക്ക് പാസ് ചെയ്യേണ്ട അറേ ഇംപ്ലിമെൻറ്റേഷനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുഷ് ഓപ്പറേഷൻ അറേ വെച്ചിട്ട് നമ്മളൊരു സ്റ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റാക്കിലേക്കുള്ള പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്യുന്നത് സ്റ്റാക്ക് എന്ന് പറയുന്ന അറേ പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാക്ക് അറേ. ടോപ്പ് എലമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അതിൻ്റെ കറണ്ട് ടോപ്പ് ഏതാണെന്ന് പാസ് ചെയ്യുന്നത്. ആദ്യം ടോപ്പ് 0 ആണെന്നുണ്ടെങ്കിൽ അത് അതിൽ ഒന്നുമില്ല, നള്ളാണ്, ഒന്നുമില്ല, എം ടി ആണെന്നുള്ളതാണ് അർത്ഥം. 0 ആണെന്നുണ്ടെങ്കിൽ ഇഫ് 0 ആണെന്നുണ്ടെങ്കിൽ എം ടി ആണ്. മാക്സിമം സ്റ്റാക്ക്, മാക്സിമം സൈസ്, അതിൻ്റെ ആ ഒരു അരേൻ്റെ മാക്സിമം സൈസ്, സ്റ്റാക്കിൻ്റെ മാക്സിമം സൈസ്. നമുക്ക് ഏതാണോ ഇൻസെർട്ട് ചെയ്യേണ്ടത് അതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് പുഷ് ചെയ്യുന്നത്? അത് നമ്മൾ ചെക്ക് ചെയ്യും, ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. അതെങ്ങനെയാണ്? ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മാക്സിമം സൈസ് ഇതിങ്ങനെ ഈ ടോപ്പ് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്താൽ മാക്സ് ഇപ്പോൾ ഈ ടോപ്പ് 8 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ഫില്ലായി. ഇങ്ങനെ ഫില്ലായി കഴിഞ്ഞാൽ ടോപ്പിന് ഇവിടെ ആയിരിക്കും, ടോപ്പ് ഈസ് ഈക്വൽ ടു 8 ആയിരിക്കും അല്ലേ. അങ്ങനെ ടോപ്പ് ഈസ് ഈക്വൽ ടു 8 ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ഈ സ്റ്റാക്കിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റില്ല, അത് ഓൾറെഡി ഫില്ലായി. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണം. ഇഫ് ടോപ്പ് ഈസ് ഈക്വൽ ടു മാക്സിമം സ്റ്റാക്ക്, അതിൻ്റെ സൈസ് അതായത് മാക്സ് സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ ആണ്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് ടോപ്പ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ടോപ്പ് ഈസ് ഈക്വൽ ടു ടോപ്പ് +1.
എന്നിട്ട് ആ ടോപ്പിലേക്ക് നമ്മുടെ ഐറ്റം ആഡ് ചെയ്യും അല്ലേ. അതായത് എന്താ സംഭവിക്കുന്നത് ഇവിടെ തന്നെ കാണിച്ചുതരാം. ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ അറേ സപ്പോസ് നമ്മൾ ആദ്യമായിട്ട് തന്നെ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ 0 ആണ്. നമ്മുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് 1-ലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ -1 ആയിരിക്കും. ടോപ്പ് ഈസ് ഈക്വൽ ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെപ്പോഴും പഠിച്ചത് അരേൻ്റെ ഇൻഡെക്സ് 0-ൽ തുടങ്ങുന്നതല്ലേ. 2 3 4 5 6 7 7 എലമെൻറ്റ്സ് എന്നൊക്കെ ടോപ്പ് -1 ആണ്. ഇപ്പം ഇത് ഈ കണ്ടീഷൻ ഈ കണ്ടീഷൻ ഇപ്പോൾ എന്ത് ചെയ്യും, ഫാൾസ് ആയിരിക്കും. ടോപ്പ് മാക്സ് സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് 7 ആണ് അല്ലേ. മാക്സ് സ്റ്റാക്ക് ഈസ് ഈക്വൽ ടു 7 ആണ് ഇപ്പോൾ. ഇനി ഇതിലിപ്പോൾ എന്ത് സംഭവിക്കാം, നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കണ്ടീഷൻ ഫാൾസ് ആവും. അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ടോപ്പ് എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും, ടോപ്പ് ഈസ് ഈക്വൽ ടു 0 ഇതിലേക്ക് പോയിന്റ് ചെയ്യും. ഇനി ആ സ്റ്റാക്ക് ഓഫ് ടോപ്പ്, ഇതാണ് നമ്മുടെ സ്റ്റാക്ക് എന്ന് പറയുന്ന ആര്, ഇതിൻ്റെ സ്റ്റാക്ക് ഓഫ് 0-ലേക്ക് നമ്മളെ ഐറ്റം സ്റ്റോർ ചെയ്യും. സ്റ്റാക്ക് ഓഫ് ഐറ്റം അങ്ങനെയെന്നുണ്ടെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്. ഇനി അടുത്തത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അഗെയിൻ ടോപ്പ് എന്ത് ചെയ്യും, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും അല്ലേ, 1-ലേക്ക് ആവും. എന്നിട്ട് അതിലേക്ക് സ്റ്റാക്ക് ഓഫ് 1 ഈസ് ഈക്വൽ ടു ഐറ്റം ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ പുഷ് ഓപ്പറേഷൻ. ഇനി പോപ്പ് എന്താണ് വരുന്നത്, പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിൽ നിന്ന് നമ്മൾ സ്റ്റാക്ക് പാസ് ചെയ്യുന്നു, ടോപ്പ് പാസ് ചെയ്യുന്നു. എന്താണ് ഡിലീറ്റ് ചെയ്ത ഐറ്റം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേരിയബിൾ. ടു സ്റ്റോർ ഡിലീറ്റഡ് ഐറ്റം. ജസ്റ്റ് ഈ വേരിയബിൾ നമ്മൾ പാസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡിലീറ്റ് ചെയ്ത ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലോട്ട് സ്റ്റോർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ടോപ്പിലെ ഐറ്റമാണ് ഡിലീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ആ ഐറ്റം അതിലോട്ട് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന ഐറ്റത്തിനെ ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്യാം. അങ്ങനെ സ്റ്റോർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അവിടെ ചെക്ക് ചെയ്യേണ്ടത് അണ്ടർഫ്ലോ ആണ് ചെക്ക് ചെയ്യുന്നത്. ടോപ്പ് എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ നമ്മുടെ കേസിലാണെങ്കിൽ, നമ്മളിപ്പോൾ ചെയ്ത കേസിലാണെങ്കിൽ ടോപ്പ് -1 എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ടോപ്പ് -1 ആണെന്നുണ്ടെങ്കിൽ അണ്ടർഫ്ലോ ആണ്. ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ടോപ്പ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൽ ഈ അൽഗോരിതത്തിൽ നമ്മൾ 0 ടോപ്പ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എംപ്റ്റി എന്നാണ് തുടങ്ങുന്നത്. 1 2 3 4 5 ഓക്കെ, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇഫ് ടോപ്പ് ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അണ്ടർഫ്ലോ ആണ്, നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊന്നുമില്ല. ഇനി സപ്പോസ് ഇതിൽ എലമെൻറ്റ്സ് ഉണ്ട്, ടോപ്പ് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെ 3 ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, ഐറ്റത്തിലേക്ക് നമ്മളെ സ്റ്റാക്ക് ഓഫ് ടോപ്പ്, അതായത് ഐറ്റം എന്ന് പറയുന്നതിൽ എന്ത് സ്റ്റോർ ചെയ്യും, സ്റ്റാക്ക് ഓഫ് 3 സ്റ്റോർ ചെയ്യും. സ്റ്റാക്ക് ഓഫ് 3 എന്താണ്, സി അല്ലേ, സി ആണ് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ സി സ്റ്റോർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ടോപ്പ് ഈസ് ഈക്വൽ ടു ടോപ്പ് -1. ഇത് നിങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാനാണ്, ഡിലീറ്റ് ചെയ്ത എലമെന്റ് ഏതാണെന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഐറ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും നിർബന്ധമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഇനി എന്ത് ചെയ്യാണ്, ടോപ്പ് ഈസ് ഈക്വൽ ടു ടോപ്പ് -1. നമ്മൾ ടോപ്പ് ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുന്നു 2. ഇതാണ് ടോപ്പ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ അറേ ഓപ്പറേഷൻ. വളരെ സിമ്പിളാണ്. ഇത് എന്താണ് അറേ ഇംപ്ലിമെൻറ്റേഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റേഷനും വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പഠിച്ച ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ
ഇൻസെർഷനും ഡിലീഷനും ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും നിങ്ങൾ പഠിക്കാം. എന്താണ് സ്റ്റാക്ക് എന്നും അതിൻ്റെ 2 ഓപ്പറേഷൻസ് ആയ പുഷ് ആൻഡ് പോപ്പും. ഈ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചില്ലേ എങ്ങനെയാണ് അതിലേക്ക് ഇൻസെർഷനും ഡിലീഷനും. ഇവിടെ വരുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിലയിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക. ലിങ്ക്ഡ് ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ഇൻസെർഷൻ വരുന്നത് നമ്മളെ ടോപ്പ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നമ്മളെ സ്റ്റാർട്ടിൻ്റെ ഇതിലേക്കാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഇൻസെർട്ട് ചെയ്യുന്നത് ഇവിടെയും ടോപ്പ് എപ്പോഴും ഇവിടെയാണ്. ഓക്കെ, ടോപ്പാണ് നമ്മൾ ടോപ്പ് പോയിന്റർ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ലിങ്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലേക്കൊന്ന് ഇപ്പോൾ ഈ നോഡ് ഇൻസെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മൾ അത് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ടോപ്പ് പോയിന്റർ ഒരു നോഡ് അവൈൽ ലിസ്റ്റിൽ നിന്ന് ഒരു നോഡ് എടുത്തിട്ട് അതിലേക്ക് www ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടോപ്പ് ലിങ്ക് ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് നേരെ ഇതിലോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ലിങ്കുകൾ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പോപ്പ് ഓപ്പറേഷൻ എങ്ങനെയാണ്? പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ടോപ്പിനെ നേരെ ഇങ്ങോട്ട് മാറ്റുന്നു, അത്രയേ ഉള്ളൂ പോപ്പ് ഓപ്പറേഷൻ. ഒരു പോപ്പ് ഓപ്പറേഷൻ ആണ്. ജസ്റ്റ് ടോപ്പ് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട്, നമ്മൾ സാധാരണ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിലേക്ക് എങ്ങനെയാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത്, ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു. അത് സ്റ്റാർട്ടിലേക്ക് എങ്ങനെയാണ്, ഇൻസെർഷൻ സ്റ്റാർട്ടിലാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിലീഷൻ സ്റ്റാർട്ടിലാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേ സെയിം സംഭവം തന്നെയാണ് ഇതിലും വരുന്നത്. സെയിം ഇത് തന്നെയാണ് നമ്മുടെ അൽഗോരിതം സെയിം തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഈ പേരുകൾ തമ്മിൽ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ പുഷ് പോപ്പ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. നമ്മൾ പഠിച്ചതായതുകൊണ്ട് ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. പക്ഷെ എന്നാലും നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും പഠിച്ചു തരാം. ഇത്രയും നോക്കുക. അന്നെടുത്ത് തന്നെ പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഭാരം ഉണ്ടാവില്ല.